അച്ഛൻ വേഗം വിളിച്ചാ സിനിമ ഇപ്പൊ തുടങ്ങും. അച്ഛൻ്റെ ചക്കര ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇനിയും 15 മിനിറ്റ് കൂടി ഉണ്ട് സിനിമ തുടങ്ങാൻ. നമ്മൾ ഏത് മൂവിക്കാ അച്ഛാ പോന്നെ? ആഹാ, ഇതെന്റെ മക്കൾ അറിഞ്ഞില്ലേ മോഹിനിയാട്ടത്തിന്. നമുക്ക് വാഴ കാണാച്ചാ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വാഴ കണ്ടിനെ. അയ്നി നമുക്ക് മോഹിനിയാട്ടത്തിന് കാണാച്ചാ. ഞാൻ ഓൾറെഡി ടിക്കറ്റ് എല്ലാം എടുത്തതാണ് മോളെ, ഇനി മാറ്റാനൊന്നും കഴിയില്ല. അച്ഛാ തിയേറ്ററിൽ നിന്ന് എനിക്ക് പോപ്കോൺ വാങ്ങി തരണേ. അച്ഛാ എനിക്കും വേണം പോപ്കോൺ. എനിക്ക് കോളയും വേണം. എന്നാൽ എനിക്ക് പെപ്സിയും വേണം. എൻ്റെ മക്കളെ എല്ലാം വാങ്ങിത്തരാം കേട്ടോ. അയ്യവ ചിന്നു, നമുക്കൊരു ഗെയിം കളിച്ചാലോ? എന്ത് ഗെയിമാ ചേച്ചി? നമുക്ക് റോഡിൽ കൂടെ പോകുന്ന കാറിന്റെ കളർ നോക്കിയിട്ട് ആരെ സെലക്ട് ചെയ്ത കളറിലുള്ള കാറാണ് കൂടുതലുള്ളതെന്ന് നോക്കാം. എന്നെ ആദ്യം സെലക്ട് ചെയ്യാൻ വിട്ടാ ഞാൻ കളിക്കാം. ആ ശരി. എനിക്ക് വെള്ള. എന്നാ ഞാൻ ബ്ലാക്ക്. അതാരും വെള്ളക്കാർ പോകുന്നു, അപ്പൊ എനിക്കൊരു കാറായേ. ഷെടാ, ബ്ലാക്ക് കളറിലുള്ള ഒറ്റ കാർ കാണുന്നില്ലല്ലോ. അല്ലാത്ത സമയം എത്ര കാണുന്നയാ? ഹായ്, ഇതേ രണ്ടെണ്ണം കൂടിയായിരുന്നു. ഷെടാ, ഇവളിത് ജയിക്കോ? ഹായ്, ഇതേ നാലാമത്തെ. ഏത് മെനകെട്ട നേരത്താണാവോ ബ്ലാക്ക് സെലക്ട് ചെയ്യാൻ തോന്നിയേ? ഹോ ഭാഗ്യം, ഒന്ന് കണ്ടു. ചേച്ചി ഒന്നുകൂടി കണ്ടേ, ടോട്ടൽ 6 ആയി. ദൈവമായി തിയേറ്റർ എത്താനായല്ലോ. ഇനി തോറ്റങ്ങാനും പോയി അവളെ കളിയാക്കൽ കൂടി കേൾക്കേണ്ടി വരും. ഹായ്, രണ്ടെണ്ണം കൂടി ഇരുന്നുണ്ടല്ലോ. ചേടാ, ഒന്നും കാണുന്നില്ലല്ലോ. ദാ തിയേറ്റർ എത്തിയല്ലോ. ഹായ്, ഞാൻ ചേച്ചി. പാവം ചേച്ചി തോറ്റുപോയി. അതിന് നമ്മൾ തമ്മിൽ ആകെ 3 പോയിന്റിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതിനിങ്ങനെ കളിയാക്കൊന്നും വേണ്ട. തോറ്റിട്ട് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളിങ്ങനെ വഴക്കൂടല്ലോ മക്കളെ. ഞാൻ ഈ കാറൊന്ന് പാർക്ക് ചെയ്യട്ടെ. തോറ്റേ തോറ്റേ ചേച്ചി തോറ്റേ. അച്ഛൻ നോക്കച്ച കളിയാക്കുന്നേ. രണ്ടാളോടും കൂടി ഞാൻ പറഞ്ഞേ, അടങ്ങിയിരുന്നോ? ആരത്? ചിന്നോ? ആ ലില്ലി, നീ എവിടെ? ഞാനോ? ഷോപ്പിങ്ങിന് വന്നയാ. തിയേറ്ററിൽ ഷോപ്പിംഗാ? അപ്പൊ നിനക്കറിയാലോ തിയേറ്ററിൽ എന്തിനാ വരുന്നതെന്ന്. പിന്നെ പൊട്ട ചോദ്യം ചോദിക്കണോ? ഓഹോ, ആക്കിയതാണല്ലേ. അല്ലല്ലോ മോളെ, നീ തനിച്ചേ ഉള്ളോ? ഇല്ല ആൻറ്റി, മമ്മി പപ്പയെല്ലാം അപ്പുറമുണ്ട്. ഞാൻ ചിന്നുവിനെ കണ്ടോണ്ട് ഇങ്ങോട്ട് വന്നയാ. എന്നാ മക്കൾ സംസാരിച്ചോണ്ടിരിക്കെ, ഞാൻ പോയി പോപ്കോൺ എല്ലാം വാങ്ങിയിട്ട് വരാം. ഞാൻ വരുന്ന പോപ്കോൺ വാങ്ങാൻ. നിന്റെ ഫ്രണ്ട് നിന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവളോട് സംസാരിക്കാതെ പോപ്കോൺ വാങ്ങിക്കാൻ പോകുന്നത് ശരിയാണോ? സ്കൂള് പൊട്ടിയിട്ട് 1 മാസത്തോളായില്ലേ. മക്കൾ സംസാരിച്ചോണ്ടിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. അച്ഛൻ ഞാനും അച്ഛനോട് വരട്ടെ? ആ മോളെ, മോള് വന്നോ? ഷെടാ, ഇത് ചേച്ചി ഇപ്പം അച്ഛന് സോപ്പിട്ട് കുറെ വാങ്ങല്ലോ. ഞാനും വരാം, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. നീ ഏത് സിനിമയ്ക്കാ കയറണേ? ഞാൻ മോഹിനിയാട്ടത്തിന്. നീയോ? ഞങ്ങളതെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോ വാഴയ്ക്ക് കയറും. 2 സിനിമയോ? ആ, ഈ ആഴ്ച സിനിമക്കായോണ്ട് അച്ഛൻ പറഞ്ഞു 2 സിനിമ കാണാമെന്ന്. കഴിഞ്ഞ ആഴ്ച വാട്ടർ തീം പാർക്കിൽ പോയി. അതിന് മുമ്പിലത്തെ ആഴ്ച ബീച്ചിലും. അടുത്ത ആഴ്ച ഊട്ടിക്ക് പോകണമെന്നാണ് പ്ലാൻ. ഹമ്പ്, 1 മാസം വീട്ടിൽ കിടന്ന് നിലപുറയിട്ടിട്ടാണ് ഇപ്പൊ സിനിമക്ക് കൊണ്ടുവന്നത്. നിന്റെയൊക്കെ ഒരു ഭാഗ്യം. എന്നാ നീ വാ, നമുക്ക് അവരെ അകത്ത് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ ഒരേ മൂവിയാണല്ലോ കാണുന്നത്. ശരിയടി. ഇതെന്താ ചേച്ചി സിനിമ തുടങ്ങാത്തെ? എൻ്റെ പൊന്നു ചിന്നു, ഒന്നും മിണ്ടാതിരിക്കേ. ഇത് നമ്മുടെ വീടല്ല. സിനിമേൻ്റെ ഇടയ്ക്കകത്ത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയാലേ ആൾക്കാർ തൂക്കി പിടിച്ച് വെളിയിലാക്കൂ. ഞാൻ മിണ്ടൂല, പോരെ. മതിയേ. അമ്മ നമുക്ക് വാഴത്ത് കൂടി കാണാൻ പോവാമേ പ്ലീസ്. ഇപ്പം അല്ലേ നമ്മൾ സിനിമ കണ്ടിട്ട് ഇറങ്ങിയേ? അപ്പോൾ തന്നെ അടുത്ത സിനിമ കാണുന്നോ? അമ്മ പ്ലീസ്, അമ്മ ലില്ലിയെല്ലാം പോകുന്നുണ്ട്. ലില്ലി പോകുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പോണോ? എന്താണ് അമ്മയും മോളും കൂടി ഒരു സംസാരം? നിങ്ങളുടെ മോക്കിന് വേറൊരു സിനിമ കൂടി കാണണം പോലും. പിന്നെ സിനിമ കാണണമെന്നോ? അതേന്നേ, ലില്ലി വാഴ കാണുന്നുണ്ട് പോലും. അതുകൊണ്ട് ഇവക്കും കാണണമെന്ന്. എന്റെ പൊന്നച്ഛനല്ലേ, നമുക്കും കാണാച്ചാ. മോളെ, അതിന് ഷോ ഹൗസ്ഫുൾ ആണ്. ടിക്കറ്റ് എല്ലാം തീർന്നു. മാത്രവുമല്ല, ഒരു സിനിമ കണ്ടപ്പോൾ തന്നെ അച്ഛൻ്റെ കയ്യിൽ ബഡ്ജറ്റ് എല്ലാം തീർന്നിന് മോളെ. പോപ്കോണ്, കോള എന്നെല്ലാം പറഞ്ഞ് എത്ര ചിലവായി എന്നാ. നമുക്ക് പിന്നെ ഒരു ദിവസം വന്ന് കാണാം കേട്ടോ. അത് മതി അച്ഛാ. എന്നാ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയി കാർ എടുത്തിട്ട് വരാം. ഞാനും വരട്ടെ അച്ഛാ? വേണ്ട മോളെ, അവിടെ നല്ല തിരക്കാ. ഞാൻ വേഗം പോയിട്ട് വരാം. ഓക്കെ അച്ഛാ. അമ്മയ്ക്ക് ബാക്കിൽ ഇരുന്നുണ്ടായിരുന്നു അമ്മേ. ഇവിടെ ഇപ്പം എന്താ ഞെരുക്കാന്നിരിക്കാൻ? ഓഹോ, വണ്ടിയിൽ കയറുമ്പോൾ എന്തെല്ലായിരുന്നു ബഹളം. ഈ സ്വഭാവം നിർത്തിയില്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഞാൻ ഫ്രണ്ടിൽ തന്നെ കയറിയിരിക്കും. അയ്യോ, ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ഞാൻ നോക്കട്ടെ ആരാന്ന്. ആ ഹലോ. ഓ മീര, നീയാണോ? നീ വീട്ടിലുണ്ടോ? എടാ, ഞങ്ങളൊരു സിനിമയ്ക്ക് വന്നിട്ടായിരുന്നുള്ളേ. ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുക. എന്ത് കാര്യം പറയാനാ? സർപ്രൈസോ? ശരിയടാ, ഞങ്ങൾ വേഗം എത്തും. നീ അവിടെ വെയിറ്റ് ചെയ്യ്. മീരയാണല്ലേ വിളിച്ചേ? എന്താ പറഞ്ഞേ? എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ. വേറെ ഒന്നും പറഞ്ഞില്ല. സർപ്രൈസോ? മീരാൻഡി കുറെ മിഠായി വാങ്ങി വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു മുട്ടായി കൊതിച്ചി. നിങ്ങളുടെ മീരാൻഡി വേറെ ഏതോ സർപ്രൈസിൻ്റെ കാര്യമാണ് പറഞ്ഞേ. അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ വീട്ടിലെത്തണം. പറപ്പിച്ചു വിളിച്ചാ. എന്റെ പൊന്നു മോളെ, ഞാൻ കാറാ ഓടിക്കുന്നേ, വിമാനമല്ല. വേഗം വിടച്ചാ. സർപ്രൈസിന് എന്താണെന്നറിയാതെ ഒരു സ്വസ്ഥതയും കിട്ടില്ല. ഇതിലും കൂടുതൽ സ്പീഡിൽ വിട്ടാലേ ഞാൻ ഫൈൻ അടക്കേണ്ടി വരും.